ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 290ൻ്റെ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു നൈറ്റി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്ച്ച് വരുമ്പോൾ നമുക്കൊരു 56 ഇഞ്ച് ലെങ്ത്താണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ലെങ്ത്ത് വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 3.25ൻ്റെ മെറ്റീരിയൽ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ XXL സൈസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തുണി ഞാൻ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട്. മൊത്തം നോക്കുമ്പോൾ 4 പീസാണ് വരുന്നത്. അപ്പോൾ ആദ്യം തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ഫോൾഡഡ് സൈഡ് നമ്മുടെ സൈഡിലും അപ്പുറത്തെ സൈഡിൽ ഓപ്പൺ സൈഡുമാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. അതിനുശേഷം ഒരു 3.5 ഇഞ്ച് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഷോൾഡർ മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് 7 ഇഞ്ച് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ലൈനിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് ഇവിടെ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റാണ് 38 ഇഞ്ച്. ആ 38 ഇഞ്ചിൻ്റെ 4/1 പറയുമ്പോൾ 9.5 വരും. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ലൂസാണ് കൂട്ടുന്നത്. അപ്പം മൊത്തം 11.5യാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചുരിദാറിനേക്കാളും നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ലൂസാണ് കൂട്ടുന്നത്. ചുരിദാറിന് 4/1 കണ്ടിട്ട് 1.5 ഇഞ്ചാണ് കൂട്ടുന്നത്. നമ്മളിവിടെ 2 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 11.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ നിന്ന് ഒരു 13.5 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു 10 ഇഞ്ച് ബോഡിയുടെ ഷേപ്പിൻ്റെ ഭാഗത്ത് വണ്ണം മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റും താഴെ മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിലൊന്ന് യോജിപ്പിച്ച് അതിന് ശേഷം താഴേക്ക് ഇങ്ങനെയൊന്ന് ഷേപ്പിൽ വരച്ചെടുക്കുക. ഈ രണ്ടളവും നമുക്ക് മതി വരയ്ക്കാനായിട്ട്. അതിന് ശേഷം നമുക്കിവിടെ അധികം തയ്യൽ തുമ്പൊന്നുമില്ല. ഞാനിവിടെ ഒരു 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് വരച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് ആ കോർണർ ഭാഗത്ത് നിന്ന് ഞാനൊരു 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ലൈനിൽ നിന്ന് ആ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലൂടെ നമ്മൾ ആ ചെസ്റ്റ് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നെക്കിൻ്റെ ലെങ്ത്താണ്. ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് മാർക്ക് ചെയ്യുന്നില്ല. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു ബോക്സ് പോലെ വരയ്ക്കാം. ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത് നെക്കാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് വരയ്ക്കുക. സ്ക്വയർ നെക്കാണെങ്കിൽ നമുക്ക് ആ സ്ക്വയർ വരച്ചേക്കണ പോലെ തന്നെ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അളവുകളൊന്നും മാർക്ക് ചെയ്യാനായിട്ട് അധികം സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഷേപ്പിന് മാത്രം ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് മടക്കി അടിക്കേണ്ടാത്തത് കൊണ്ട് തേരുവശം ആയതുകൊണ്ട് നമുക്ക് അത്രയും കൂടെ ലെങ്ത്ത് അവിടെ കിട്ടും. അപ്പോൾ 7 ഇഞ്ചിലുള്ള ഒരു ചെറിയ സ്ലീവാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ നൈറ്റിയുടെ ബോഡി പാർട്ടും കട്ട് ചെയ്തെടുക്കുക. നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. 2 പീസും കൂടെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസും മാറ്റി വയ്ക്കാം. ഫ്രണ്ടിലത്തെ പീസും ബാക്കിലത്തെ പീസും മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരുമിച്ച് കട്ട് ചെയ്താൽ രണ്ടിനും ഒരേ ഇറക്കമായിപ്പോയി. ബാക്ക് പീസിൽ ഞാൻ ഒരു 4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണതിൽ നമ്മൾ കുറച്ചൊന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ചീത്തവശങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു സൈഡ് മാത്രം ഒന്ന് കുഴിച്ച് വെട്ടുക. ആ കുഴിച്ച് വെട്ടിയ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവിന് ലെങ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് വേറെ തുണി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ നൈറ്റിയുടെ ഫ്രണ്ടിൽ ഒന്ന് ചെറിയ ഇതുപോലത്തെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കളറുകൾ നിങ്ങളുടെ കയ്യിൽ വെട്ട് കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ലേസോ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യണതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചീത്ത വശത്തേക്ക് നമ്മളൊരു 4 ഇഞ്ച് മടക്കി അടിച്ചിട്ട് അവിടെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്, സെൻറ്ററിൽ വെച്ച്.
അപ്പോൾ അതേ പീസ് തന്നെ ഞാനിവിടെ സ്ലീവിൻ്റെ അറ്റത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിന് കുറച്ചുകൂടെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നെക്കിൽ നമുക്ക് കൂന്നിൽ ക്രോസ് പീസ് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്ത് നെക്കിൻ്റെ അളവിൽ തന്നെ എടുത്തതിന് ശേഷം അരികെ മടക്കി അടിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷോൾഡറും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത്. സ്ലീവിൻ്റെ സെൻറ്ററും നമ്മൾ ഷോൾഡർ അടിച്ചേക്കണം ആ ഒരു പോയിൻറ്റും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തില്ലേ സ്ലീവ് കുഴിച്ച് വെട്ടിയിൽ, ആ കുഴിച്ച് വെട്ടിയേക്കണ ഭാഗം ഫ്രണ്ടിലേക്ക് വരത്തക്ക വണ്ണം വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും സ്ലീവ് അടിച്ചു കൊടുക്കുക. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സെൻറ്ററിൽ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലേക്കും അടിച്ചു കൊടുക്കുന്നതായിരിക്കും സ്ലീവ് പെർഫെക്റ്റായിട്ട് കിട്ടാൻ എളുപ്പമാർഗ്ഗം. അപ്പോൾ ഒരു സ്ലീവ് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. അതുപോലെ തന്നെ മറ്റേ സ്ലീവും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലേക്കും അടിച്ചെടുക്കണം. അപ്പോൾ കുഴിച്ച് വെട്ടിയേക്കണ ഭാഗം ഫ്രണ്ടിലേക്ക് വരത്തക്ക വണ്ണം വെച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മളിത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മുടെ ഷേപ്പ് ചെയ്തേക്കണ ഭാഗം ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പുറം ഭാഗം, അതായത് നമ്മുടെ നൈറ്റിയുടെ ബാക്ക് ഭാഗം കുറച്ചുകൂടെ ലൂസായിട്ടാണ് കിടക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് ടക്കുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ടക്കിടണ നമ്മൾ ചുരിദാറൊക്കെ ടക്കിടില്ലേ, അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും ഒരു 7 ഇഞ്ച് ലെങ്ത്തിൽ ടക്കിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ടക്കിടാൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. എങ്കിലും ഒന്നും കൂടി പറയുകയാണ്. നമ്മുടെ കുർത്തിയുടെ സെൻറ്റർ കാണാൻ ബാക്ക് സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കണ ആ പോയിൻറ്റിൽ നിന്ന് ഇപ്പുറം സ്റ്റിച്ച് ചെയ്തേക്കണ പോയിൻറ്റിലേക്ക് ടേപ്പ് പിടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ നിന്ന് ഒരു 11 ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്കിങ്ങിലേക്ക് ഒരു 4 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് വരത്തക്ക വണ്ണം ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് സെൻറ്ററിലേക്ക് വരുംതോറും ഒരു 4 ഇഞ്ച് വരത്തക്ക വണ്ണം ഒരു ചെറിയ ഒരു ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുറകിൽ ഇങ്ങനെ ചുളിവ് വരാതെ ഇരിക്കുന്നതായിരിക്കും. അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷനാണ്. വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ കിടന്നാലും ഭംഗിയായിരിക്കും. ഇനി ബോഡിയൊക്കെ ഷേപ്പ് ചെയ്തതിന് ശേഷം താഴ്ഭാഗവും കൂടെ ഒന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള വെട്ട് കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലും അതുപോലെ സ്ലീവിലും വേണമെങ്കിൽ താഴ്ഭാഗത്തൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നല്ലൊരു റെഡിമെയ്ഡ് സ്റ്റൈലിലുള്ള നൈറ്റി നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. XXL സൈസാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ അളവിൽ എല്ലാം ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.